ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 7 6th എപ്പിസോഡ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഇത് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്നലെ മോർണിംഗ് സോങ് ആയിട്ടിട്ടത് ഒരു മധുര കിനാവിൻ ലഹരിയിലെന്ന് ആ ഒരു സോങ് ആയിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് രേണു സുധി. അപ്പോൾ രാവിലെ തന്നെ രേണു പൗഡർ റൂമിലിരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. മക്കളെ മിസ് ചെയ്തിട്ടായിരിക്കും. എന്താണ് കരയുന്നുണ്ട്, എൻ്റെ ഒരു ഇത് കുട്ട പൊന്നെ എന്നൊക്കെ വിളിച്ച് കരയുന്നുണ്ട്. ഇടയിൽ അടുത്തൊരു തത്തമ്മ ഉണ്ട്. തത്തമ്മനെ വിളിച്ചെഴുതിയിട്ട് നിനക്കറിയോ തത്തമ്മേ എന്ന് ചോദിച്ചിട്ട് ആ തത്തമ്മയുടെ മുഖം നോക്കിയിട്ട് ഇതിന് കണ്ണില്ലേ, കണ്ണില്ലാത്ത തത്തമ്മനോട് എന്ത് പറയാനാ പറഞ്ഞിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് എൻ്റെ കിച്ചു മോനെ അമ്മ ഉണ്ടെങ്കിൽ ചായ രാവിലെ വെച്ച് തന്നേനെ, ബാത്റൂമിൽ പോയി കരയാന്ന് പറഞ്ഞാൽ അവിടെ കരയാൻ പറ്റൂലല്ലോ, ആൾക്കാർ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കില്ലേ, ആരും കാണാതെ കരയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരുന്ന് കരയണത് എന്നൊക്കെ പറഞ്ഞുള്ള സീനാണ് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അനീഷും രേണുവും തമ്മിലുള്ള അടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ എന്താണ് രേണു കണ്ണടച്ചു ഉറങ്ങി എന്നാണ് അനീഷ് പറയുന്നത്. രേണു പറയുന്നത് ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയെങ്കിൽ പട്ടി ഉരക്കണ്ടേ, പട്ടി ഉരച്ചില്ലല്ലോ, പിന്നെ താൻ എന്തിനാ ഇവിടെ കിടന്ന് കുറക്കണേ, ഞാൻ ചുമ്മാ കണ്ണടച്ച് കിടന്നില്ലേ. പക്ഷേ അനീഷ് വിടണില്ല. രേണു അത് പറഞ്ഞ് മാറി മാറി പോവും. അനീഷ് പുറകെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ അനീഷ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ കത്തിക്കാനുള്ളത് ഇട്ട് കൊടുത്തിട്ട് അവരുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അവരവിടെ കിടന്ന് സംസാരിച്ചോളും. പക്ഷേ രേണു അങ്ങനെ സംസാരിക്കില്ല എന്ന് അനീഷിനെ അറിയാം. അനീഷ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ രേണു എവിടെ പോകണോ, രേണു ഇത് പറഞ്ഞ് ഞാൻ ഉറങ്ങിയിട്ടില്ല പറഞ്ഞ് മാറി പോകുന്നുണ്ട്. അനീഷ് അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രേണു പറയുന്നുണ്ട്, രേണു മോളെ എന്നൊക്കെ വിളിച്ച് പോകുന്നുണ്ട്. ആദ്യം താൻ എൻ്റെ പേര് നന്നായി പറയാൻ പഠിക്കണോ, ഞാൻ രേണുവാണ്, രേണു സുധിയാണ്, അതാണ് എൻ്റെ പേര്, അല്ലാണ്ട് രേനമോളെ എന്നല്ല വിളിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അപ്പുറത്ത് നിന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, ഇത് രേണു സുധിയാണ്, ഇത് നീ ഉദ്ദേശിക്കുന്ന ആളല്ല, ഇത് നിന്നെ കൊണ്ട് കൂടുന്ന ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനീഷ് അതൊന്നും മൈൻഡ് ചെയ്യണില്ല. രാവിലെ തന്നെ ഒരു തുടക്കം, എനിക്ക് തോന്നുന്നു മോർണിംഗ് സോങ്ങിനേക്കാളും അനീഷ് ഉദ്ദേശിക്കുന്നത് തുടങ്ങേണ്ടത് എൻ്റെ ഒരു ഫൈറ്റ് കൊണ്ടാണ്, ബിഗ് ബോസ് രാവിലെ തന്നെ ഉണരേണ്ടത് എന്നാണ് അനീഷിൻ്റെ ചിന്ത തോന്നുന്നു. കാരണം എവരിഡേ ദിവസവും രാവിലെ അനീഷ് ഒരു ഫൈറ്റ് ഒരു ആവശ്യമില്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം രേണു പറയുന്നുണ്ട്, രേണു സുധി ആരാ അതിന് എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ എല്ലാവരുടെയും മുഖം മാറി, തനിക്ക് എന്തിൻ്റെ ഇടാടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, മോനെ ആ കളി വേണ്ട, അത് വെച്ചുള്ള കളി ഇവിടെ കളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം പിന്നെ അത് പിടിച്ച് നിന്നാൽ ശരിയാവില്ല എന്ന് അനീഷിന് തോന്നി. അപ്പം അനീഷ് പറയുന്നുണ്ട്, അത് എനിക്കറിയില്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഇൻഷുൽ എന്താണെന്നൊക്കെ എനിക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം രേണു സുധി മറ്റുള്ളവർ പറയുന്നുണ്ടോ, ഓഹോ തനിക്കറിയില്ലേ, താൻ ഈ നാട്ടിലല്ലേ അപ്പം ജീവിക്കണേ, ഈ പറഞ്ഞ പോലെ ഈ കേരളത്തിലല്ലേ അനീഷ് ജീവിച്ചുകൊണ്ടിരുന്നേ, ഈ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ രേണു സുധി ആരാണെന്നും എന്നിട്ട് ചോദിക്കുക ഈ സുധി ആരാണെന്ന്. ഡ്രാമ കളിക്കാം, ഓവറായി ഡ്രാമ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കിച്ചൺ ഏരിയയാണ്. അപ്പോൾ കിച്ചൺ ഏരിയയിൽ ഓനിയൽ സാബുവും രന ഫാത്തിമയാണ് നിൽക്കുന്നത്. രന ഫാത്തിമ പറയണമെങ്കിൽ ഇവിടെയാണ് കണ്ടൻറ് ഉണ്ടാവുള്ളൂ, ഇവിടെയാണ് നിൽക്കേണ്ടത്, ഇവിടുന്ന് ഒരു കണ്ടൻറ് ഉണ്ടാവണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചൊരു ഫൈറ്റിനുള്ള തുടക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അത് അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത സീന് കാണിക്കുന്നത് നിവിൻ ബിൻസി അവിടെ ലിവിങ് റൂമിൽ സോഫയിലിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നിവിൻ ബിൻസിനോട് പറയുന്നുണ്ട്, എന്തോ ഒരു വിഷമമുള്ള പോലെ ഉണ്ടല്ലോ മുഖത്ത്, എന്താ പറ്റിയേ, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണല്ലോ, എന്ത് പറ്റി? അപ്പോൾ ബിൻസി ചിരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ നിവേൻ തന്നെ പറയുന്നുണ്ട്, ഇന്നിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു സങ്കടമാണ്, നിനക്ക് എന്താ വേണ്ടത്, എൻ്റെ സൗന്ദര്യമാണ്, എൻ്റെ ഹെയർ, അത് വേണമെങ്കിൽ ഞാൻ വെട്ടിക്കളയാം, നിൻ്റെ വിഷമം മാറാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിൻസി തിരിച്ചു പറയുന്നുണ്ട്, അങ്ങനെയാണോ, എനിക്ക് വേണ്ടി എന്തും ചെയ്യും. എന്നാൽ പിന്നെ അനീഷിനെ പോയിട്ട് എൻ്റെ ചീത്ത വിളിച്ചുകൊണ്ട് പോകാൻ പറയുന്നുണ്ട്. വിളിക്കണോ, ഇപ്പം തന്നെ വിളിക്കണോ, എന്നാൽ വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നിവിൻ. അപ്പോൾ പറഞ്ഞിട്ട് അയ്യോ ഇപ്പം വിളിക്കല്ലേ, കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതി എന്ന് ബിൻസി പറയുന്നുണ്ട്. പിന്നെ അടുത്തതായി കാണിക്കുന്നത് പണിപ്പുര ടാസ്കിലേക്കാണ്. അപ്പം എല്ലാവരുടെയും ഹോളിൽ വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, പണിയുടെ ദിനങ്ങളുടെ കടന്നുപോക്കിലൂടെ നിങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലാണല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്, ആഹാരം പോലും നേരെ ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് ഭയങ്കര അവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ
അനീഷ് മാത്രം പറയേണ്ട എല്ലാ ബിഗ് ബോസ് ഞങ്ങൾ സന്തോഷത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടസ്റ്റൻസിന് ബാക്കിയുള്ളവർക്കെല്ലാം ദേഷ്യം വരുന്നുണ്ട് അനീഷിനോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പണിപ്പുരയിലേക്ക് കയറാനുള്ള സമയം 20 സെക്കൻഡും .500 കൊടുത്തത്. അതിനുശേഷം പണിപ്പുരയിലേക്ക് കയറി. അക്ബറാണ് പണിപ്പുരയിലേക്ക് കയറിയത്. ആ പണിപ്പുരയിലുള്ളത് എല്ലാവർക്കുമുള്ള ഫുഡ് ഐറ്റംസ് അല്ലായിരുന്നു ഉള്ളത്. അക്ബറിന് എന്താണോ വേണ്ടത് അത് മാത്രം, അക്ബറിൻ്റെ സാധനം മാത്രമാണ് ഇപ്രാവശ്യം പണിപ്പുരയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പണിപ്പുരയിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇടിമിന്നലിൻ്റെ സെറ്റപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പം അനീഷ് എടുത്തുകൊണ്ട് വന്ന സാധനങ്ങൾ കുറച്ച് കൂടിപ്പോയി. 500 പോയിന്റ് പറഞ്ഞിട്ട് 690 പോയിന്റിനുള്ള സാധനങ്ങൾ എടുത്തുപോയി. അപ്പം തിരിച്ചു വന്നിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ ഇത് കൂടിപ്പോയതിന് അനീഷ് പറയുന്നുണ്ട് ഒരാവശ്യമില്ല, ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അനീഷ്. അതിലാണെങ്കിൽ ഇവർ പോയി പെടണമുണ്ട്. അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് കൂടുതലാണ് എടുത്തിരിക്കുന്നത്, ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചെടുക്കണമെന്ന്. അതെന്താ അനീഷിന് ഫുഡ് വേണ്ടേ? അപ്പോൾ എന്നിട്ട് അപ്പം മറ്റുള്ളവർക്ക് അപ്പോഴത്തേന് ദേഷ്യം വന്നു. കാരണം ഈ കൂടിയ സാധനങ്ങളെല്ലാം എടുക്കാൻ പറയണത് അനീഷ്, എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഫുഡ് പോലും ഇല്ല, ഒന്നുമില്ല, വെറും ആട്ടാമാവ് മാത്രമേ ഉള്ളൂ എന്ന് ഇന്നലത്തെ എപ്പിസോഡിൽ ബിൻസി വന്ന് പറയുന്നത് കാണിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഫുഡ് മാത്രം. അക്ബറിൻ്റെ കാര്യങ്ങൾ നോക്കാതെ വസ്ത്രങ്ങൾ പോലും എടുക്കാതെയാണ് ഈ ഫുഡ് ഐറ്റംസ് എല്ലാവർക്കും കൂടെ ഉള്ളത് എടുത്തുകൊണ്ട് വന്നത്. അപ്പോഴാണ് അനീഷിൻ്റെ ഈ സംസാരം ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്ത സീന് കാണിക്കുന്നത് വീണ്ടും രന ഫാത്തിമയും മറ്റേ ഓണിയൽ സാബുവുമായിട്ടുള്ള ഫൈറ്റാണ്. അത് നേരത്തെ പറഞ്ഞതിൻ്റെ അത് പണിപ്പുര ടാസ്ക് വന്നപ്പോൾ അത് അവിടെ വെച്ചിട്ട് അവരിവിടെ വന്നിരുന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ കിച്ചണിൽ പോയിരുന്ന് ആ ഫൈറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ കിച്ചണിലുള്ളവരാണ് കിച്ചൺ വർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ രന ഫാത്തിമക്ക് ഉണ്ടാക്കണം. പക്ഷേ അത് സമ്മതിക്കുന്നില്ല. ജിസയിൽ ഉണ്ടാക്കുന്നത് അത് സമ്മതിക്കുന്നുണ്ട് ഓനിയൻ സാബു. അപ്പം അതാണ് അവിടെ പ്രശ്നം വന്നത്. അതാണ് രന ഫാത്തിമ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരാളിനെ ഇതാക്കിയിട്ട് ഒരാളിനെ ഫേവറേറ്റിസം ചെയ്യണത് എന്നുള്ള രീതിയിലാണ് രന ഫാത്തിമ പറയുന്നത്. അപ്പം രന ഫാത്തിമനോട് മറ്റേ ഓണിയൽ പറയണ് അവിടെയും ഇവിടെയും കേട്ടത് പോയി പറയാ എന്നതല്ലേ നിന്റെ കഴിവ്, വേറെ എന്ത് കഴിവാണ് നിനക്കുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം രന ഫാത്തിമ പറയണ ഞാൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുള്ളൂ, സ്ക്രീൻ സ്പേസ് കിട്ടുള്ളൂ, നിങ്ങൾക്ക് എന്നെ പറഞ്ഞിട്ടല്ലേ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയി. അപ്പോൾ ഓണിയൽ പറയുന്നുണ്ട് റെസ്പെക്റ്റ് ഇല്ലാത്ത, കഴിവില്ലാത്ത, ജെൻ അൽഫ യൂസ്ലെസ് കീടാണുമാണ്, സെർലൈക്കിലുള്ള പുഴുവാണ് നീ, ചൊറിയൻ പുഴുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ട. അപ്പോഴത്തേനും നമ്മുടെ അവിടെയുള്ള എല്ലാ സ്ത്രീകളും വന്നു, കണ്ടസ്റ്റൻസൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് എന്തിനാണ് രന ഫാത്തിമ അങ്ങനെ വഴക്കുണ്ടാക്കണേ, നീ കുറേ നേരമായാലും കിടന്ന് ചൊറിയാൻ നിൽക്കണത്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ രന ഫാത്തിമക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കരഞ്ഞിട്ട് പോവുകയാണ് അവിടുന്ന്. ഒരു ഫുഡിന് പോലും റെസ്പെക്റ്റ് കൊടുക്കാണ്ട്, ഒരു ഫുഡ് പോലും കഴിക്കാൻ സമ്മതിക്കാണ്ട് എന്നെ ഭയങ്കരമായി പറഞ്ഞു, ഒരച്ഛൻ്റെ പ്രായമുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ട. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് രന ഫാത്തിമ ഇപ്പുറത്ത് വന്നിട്ട് രന ഫാത്തിമയും അനുമോളും കൂടെ സംസാരിച്ചിട്ട് ഇതന്നെ റെസ്പെക്റ്റ് ഇല്ല, എന്താ പറയുക, ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതുപോലും തരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് വരുന്നുണ്ട് അവിടെ. അനീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് യു ഫീൽ ഗുഡ്, യു ഫീൽ ഓക്കെ രന ഫാത്തിമ? ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളോടാണ് ഈ ചോദിക്കുന്നത്. അനീഷിന് വേണ്ടത് അപ്പോൾ വീണ്ടും ഒരു കണ്ടന്റ് വേണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണം അനീഷ്. അപ്പോൾ ഈ കരയുന്ന ആളോട് വന്നിട്ടാണ് ഇപ്പോൾ ഈ ചോദ്യം. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് അനു അതിലേട് പോകുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അതൊരു തമാശ രീതിയിലാണ് ആര്യൻ പറയുന്നുണ്ട്, എൻ്റെ ബോട്ടിൽ നീ വെറുതെ തട്ടിയിട്ടിട്ട് പോകുന്നുണ്ട്, ഇനി മുതൽ തട്ടിയിട്ടിട്ട് പോയാൽ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നുള്ള രീതിയിൽ. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്നല്ല, എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഹാർട്ടിൽ നിന്ന് നിന്നെ ഞാൻ പുറത്താക്കും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ ഇന്നലെ എന്നെ മിഡിൽ ഫിംഗർ കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതും 2 ദിവസം മുമ്പ് നടന്ന കാര്യമാണ്. ഇപ്പോൾ എടുത്തിട്ട് അനുമോൾ പറഞ്ഞ് അതൊരു ഇഷ്യൂ ആക്കി. അതിൽ അക്ബർ വന്നു, അത് 2 ദിവസം മുമ്പ്. അതും അവൻ അങ്ങനെയല്ല ചെയ്തത്, അങ്ങനെ അവൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യമല്ല അവിടെ നടന്നത്, നീ എന്തിനാ അങ്ങനെ ഇതാക്കണേ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. അപ്പം അക്ബറിനോട് അനു പറയണേ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൈയിട്ട് വരാൻ നിൽക്കണ്ട, ഇത് ഞാൻ സംസാരിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അക്ബർ പറഞ്ഞു ഞാൻ ഇടപെടും, കാരണം ഞങ്ങളുടെ കാര്യമാണല്ലോ, എന്തിനാണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയണേ എന്ന് പറഞ്ഞ്. അതോടെ അനുമോൾക്ക് സഹിക്കാൻ വയ്യ. അനുമോൾ പുറത്തു പോയി ഇരുന്ന് കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത്.
അത് കഴിഞ്ഞിട്ട് അടുത്തതായി വന്നതാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത്. അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ടാസ്കിലും നല്ല ആക്റ്റീവായി ഇരിക്കുന്ന ആൾക്കാരെയും പിന്നെ പണിപ്പുര ടാസ്കിൽ ലാസ്റ്റ് ഉണ്ടായ ആൾക്കാർ അവരെയൊക്കെ വെച്ചിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്ത് വന്നത് ഷാനവാസ്, അബി, ബിന്നി. ഇവിടെ എല്ലാവർക്കും വേണ്ടി ഈ അക്ബർ എടുത്തിട്ട് വന്നല്ലോ, അക്ബറിനെ ഒന്ന് കൺസിഡർ ചെയ്യായിരുന്നു. അധികം ആരും അക്ബറിനെ പറഞ്ഞില്ല. അത് എനിക്കൊരു ഭയങ്കര നെഗറ്റീവായി തോന്നി. അതുകൊണ്ടാണ്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നതാണ് ശരത്തും നമ്മുടെ അനീഷും. ശരത്ത് പറയുന്നുണ്ട്, നാളെ കൂടെ ഉള്ളൂ നിൻ്റെ ഈ കളിയൊക്കെ, എന്നിവിടെ നിന്ന് പുകച്ച് ചാടിക്കും നിന്നെ എന്നാണ് ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ആലോചിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ ശരത്ത് അനീഷിനോട് പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, അത് നീ അല്ലല്ലോ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇറങ്ങിപ്പോടാ പറയുന്നുണ്ട് ശരത്ത്. പിന്നെ മനുഷ്യ പറ്റില്ലാത്ത ആളാണ് നീയൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, അംഗീകരിക്കാൻ പഠിക്കണം ആദ്യം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ലാലേട്ടൻ വന്നിട്ട് ശരത്തിന് ഭയങ്കര ഇത് കൊടുക്കും തോന്നും. ഭയങ്കരമായിട്ട് ശരത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരാവശ്യമില്ലാണ്ട് നമ്മുടെ അനീഷിനെയൊക്കെ പോടാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആട്ടലൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അതിനെന്തായാലും ലാലേട്ടൻ ചോദിക്കുമെന്നാണ് കരുതുന്നത് ഞാൻ. ഇന്നെന്തായാലും അതിനുള്ള എപ്പിസോഡാണല്ലോ. അടുത്തത് വന്നത് ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷനിൽ പോയത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ലൈവ് അപ്ഡേറ്റിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്, ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണണേ. അപ്പം ജയിൽ നോമിനേഷനിൽ ജയിലിൽ പോകാനും സെലക്ട് ചെയ്തത് അനുമോളയും പിന്നെ ക്യാപ്റ്റന് ഡയറക്റ്റ് ഒരാളിനെ ജയിലിലേക്ക് സെലക്ട് ചെയ്യാവുന്നത് കൊണ്ട് ശരത്തിനെയാണ് സെലക്ട് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കാരണം ഇവർ രണ്ടുപേരാണ് ഭയങ്കര എനിമീസ് പോലെ ശരത്തും അനീഷിനെ എവിടെ കണ്ടാലും ശരത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അനീഷ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തീ അവിടെ കൊളുത്തിയിടും, എന്നിട്ട് പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ബാക്കിയുള്ളവർ ഇവൻ്റെ പിന്നാലെ അതും കയറി പിടിച്ച് ഇങ്ങോട്ട് നടന്നോളണം. ഇവൻ പിന്നെ മിണ്ടൂല. അതാണ് അവൻ്റെ ഇതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും അതിൽ പോയി പെട്ടുപോവുകയാണ്. പിന്നെ അടുത്തത് കാണിക്കുന്നത് ബിൻസി നിവീനും കൂടെയുള്ള ഫൈറ്റാണ്. അതെന്തിനാന്ന് വെച്ചാൽ ജയിൽ ടാസ്കിൽ നിവീന് റീസൺ പറഞ്ഞത് ബിൻസിനെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള നോമിനേഷനിൽ ബിൻസിനെ പുറത്താക്കിയിട്ടും ബിൻസി അവിടെ പോയി ഉറങ്ങുകയാണ് ചെയ്തത്. അതൊരു സീരിയസ് ആയി എടുത്തില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് പറഞ്ഞതിനാണ് ബിൻസി നിവീനോട് വഴക്കുണ്ടാക്കാൻ പോയി. അതെങ്ങനെ നീ പറയും? അത് എൻ്റെ ഗെയിമാണ്, ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, ഞാൻ ഉറങ്ങാൻ പോകുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ എടുത്ത് ആ റെഡ് സോണിൽ കൊണ്ടുപോയി കിടത്ത് എന്നുള്ള രീതിയിൽ ഞാൻ അവരെയൊക്കെ വെല്ലുവിളിച്ചിട്ട് പോയി കിടന്നുറങ്ങിയതാണ്. അതെൻ്റെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നിവീൻ പറയുന്നുണ്ട്, ഓഹോ പുറത്ത് പോയാൽ അത് നിൻ്റെ ഗെയിം പ്ലാൻ, ഇനി വേറെ എന്തെങ്കിലും, ഇനി ജയിലിലേക്കാണ് പോയത് അപ്പം അതിന് പറഞ്ഞാൽ അതും നീ ഗെയിം പ്ലാൻ എന്ന് പറയുമോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഫൈറ്റായിരുന്നു. ബിൻസി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ എടീന്ന് വിളിക്കരുത്, നിന്നെ റെസ്പെക്റ്റ് വേണം. പക്ഷേ ബിൻസി അങ്ങോട്ട് എടാന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഇങ്ങോട്ട് ഇടീന്ന് വിളിക്കരുത് പറയുന്നത്. നിൻ്റെ അമ്മേനെയും പെങ്ങളെയൊക്കെ പറഞ്ഞു, നീ ജോക്കറാണ്, നീ ഇങ്ങനെ ഫാഷൻ ഷോ കളിക്കാനാണ് ഇവിടെ വന്നത്, ഞാൻ അതിനെല്ലാം വന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത്. അപ്പോൾ നിവേൻ പറയുന്നുണ്ട്, എനിക്കിടാൻ ഡ്രസ്സെങ്കിലും ഉണ്ട്, നിനക്കിടാൻ ഡ്രസ്സുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ബിൻസി പറയുന്നത്, ഞാൻ ഇവിടെ ഫാഷൻ ഷോ കളിക്കാനല്ല വന്നത്, നിന്നെപ്പോലെ ജോക്കറിനെ പോലെ ഇതാക്കാനല്ല വന്നത് എന്നൊക്കെ, ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, എനിക്ക് നാണം മറക്കാൻ തുണി മതി, അല്ലാതെ ഇങ്ങനെ കോപ്രായം കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, നീ പൊടി എന്നൊക്കെ നിൻ്റെ അമ്മേനെയും പെങ്ങളിനെയൊക്കെ പോയി വിളിക്ക്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫൈറ്റായിരുന്നു അത്. അതിനിടയിൽ നമ്മുടെ ഷാനവാസ് നടുവിൽ കയറി നിന്നിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഏരിയൻ തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ഷാനവാസ് ശരിക്കും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ ശാരികയും മുൻഷി രഞ്ജിത്തൊക്കെ പിടിക്കാൻ വേണ്ടി രണ്ടുപേരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കളി പോലെയൊക്കെ ആയപ്പോൾ പിടിക്കാൻ വേണ്ടി, ഇതൊന്നും ഷാനവാസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യരുത്, പിടിക്കരുത് എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ആരെയും അവർ തമ്മിൽ മാറ്റാൻ ഷാനവാസ് സമ്മതിക്കുന്നില്ല. ക്ലാപ്പ് ചെയ്ത് അവൻ്റെ നടുവിൽ പോയി ക്ലാപ്പ് ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച്
അവരുടെ നടുവിൽ തന്നെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി കാണിക്കുന്നത് എന്നിട്ട് നിവിൻ പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇനി ആരും സോറി എന്നുള്ള അഭിനയമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, അഭിനയിച്ച് നിൽക്കാനൊന്നും ഇനി നടക്കൂല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ബിൻസി പറയുന്നുണ്ട്, ആരും നിന്നോട് സോറി പറയാൻ, എൻ്റെ പട്ടി പോലും പറയില്ല, അതിനും കൂടെ കുറച്ച് വിലയും നിലയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബിൻസി പോകുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ക്യാപ്റ്റൻസി ടാസ്ക് പാവക്കൂത്ത് എന്നായിരുന്നു. ഗാർഡൻ ഏരിയയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതിൻ്റെ മേലെ ഇവരുടെ മുകളിലെ പാവകൾ തന്നെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഇത് കറക്കണ സമയത്ത് ഇവരുടെ മുകളിലെ പാവനത്തിന് അടിച്ച് താഴെ ഇടണം. ആരാണോ അടിച്ച് ഫസ്റ്റ് താഴെ ഇടുന്നത് അവർ ആണ് ക്യാപ്റ്റൻ. അങ്ങനെ ക്യാപ്റ്റനായത് ഷാനവാസ് ആയിരുന്നു. അയ്യോ, ക്യാപ്റ്റനായ ഷാനവാസിൻ്റെ എല്ലാവരും കൺഗ്രാറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അനീഷ് ആകെ വിഷമിച്ച് അപ്പുറത്ത് പോയി. അനീഷിന് ഭയങ്കര എന്താ പറയുക, എൻ്റെ അധികാരം പോകുന്നല്ലോ എന്നുള്ള രീതിയിലുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ലൈവിൽ കണ്ടായിരുന്നു. നമ്മുടെ എപ്പിസോഡിൽ അതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ അടുത്തതായി കാണിച്ചത് ജയിലിനാണ്. ജയിലിലേക്ക് നമ്മുടെ അനുവും അപ്പം അനീഷകത്തും കയറുകയാണ്. അപ്പം അതിന് നാട മുറിച്ച് ഉദ്ഘാടനമൊക്കെ ചെയ്തത് അനീഷാണ്. അനീഷിനോട് ബിഗ് ബോസ് പറഞ്ഞു നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്ത് അവരിനെ ജയിലിലേക്ക് കയറ്റാൻ പറഞ്ഞു. അങ്ങനെ നാട മുറിച്ചും ഉദ്ഘാടനമൊക്കെ ചെയ്ത് ജയിലിലേക്ക് കയറ്റി. പിന്നെ അവിടെ ലഡ്ഡു ഒക്കെ ഉണ്ടായിരുന്നു ജയിലിൽ ഫസ്റ്റായി കയറുന്നവർക്ക്. പിന്നെ ഇപ്രാവശ്യത്തെ ജയിലിൽ ബാത്റൂമും വാഷൊന്നും ഇല്ല. അപ്പോൾ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഇവർക്ക് നമ്മുടെ അനീഷിനെ വിളിച്ചേ പറ്റൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിലിലേക്ക് കയറി. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ലൈവിൽ ഞാൻ കണ്ട കാര്യമാണ്. ലൈവിൽ എന്താണെന്ന് വെച്ചാൽ കണ്ടത്, ഇവർ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ ഇപ്പോൾ ശരത്തും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അപ്പുറത്തുനിന്ന് അനീഷ് കസേരയിൽ നിന്ന് എണീച്ചിട്ട്, അപ്പോൾ അനീഷ് എണീച്ച് വന്നിട്ട് പറയണം അനുമോളിനെ നോക്കിയിട്ട്, ഇങ്ങനെ ഒരു നിലവാരമില്ലാത്ത ഒരു പെണ്ണ് ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കൂല, ഇങ്ങനത്തെ സ്ത്രീകളെ ഞാൻ എൻ്റെ 1 കിലോമീറ്റർ അകലത്തിലേ നിർത്തുള്ളൂ, എൻ്റെ 7 അകലത്ത് പോലും നിർത്താറില്ല, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ട് അവിടുന്ന് നടന്നുപോയി. നടന്നു പോയതിന് ശേഷം ഈ അനു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അനുവിനൊന്നും മനസ്സിലാവില്ല. കാരണം ഇവരിവിടെ കഞ്ഞി കുടിക്കുന്നു, ഇപ്പോൾ രണ്ടുപേരും വേറെന്തോ സംസാരം. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ അനു ഇങ്ങനെ ആലോചിക്കുക, ഇയാൾ എന്താ ഇപ്പോൾ പറഞ്ഞത്, റിയാക്ഷനൊന്നുമില്ല അനുവിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അവർ പോയതിന് ശേഷമാണ് ശരത്ത് പറയുന്നത്, നിന്നെയല്ലേ ഈ പറഞ്ഞുകൊണ്ട് പോണത്, ഈ ഇത്രയും ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, ലോകമെമ്പാടുള്ള ജനങ്ങൾ കേട്ടോണ്ട് നീ എന്താ റിയാക്ട് ചെയ്യാത്ത? അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല, കാരണം ഒരു കാരണമില്ലല്ലോ, ഇവിടെ നമ്മളല്ലേ സംസാരിച്ചു, അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് എനിക്ക് നിലപാടില്ല, എന്നെ 1 കിലോമീറ്റർ അകലത്തേ നിർത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താണെന്ന് ആലോചിച്ച് പോവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷമാണ് അകത്ത് പോയി അനീഷിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ചോദിക്കുന്നത്. ശരത്ത് ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാ ഈ പെൺകുട്ടീനെ എങ്ങനെ പറയുന്നത്, ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉള്ളതല്ലേ, ആ കുട്ടീനെ നിലപാടില്ല, ഇങ്ങനത്തെ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ താൻ പറയുന്നത് വളരെ മോശമായ കാര്യമാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര വഴക്ക്. അപ്പോൾ എല്ലാവരും അകത്തു നിന്നൊക്കെ ഇറങ്ങി വന്ന് ഇവനോട് ചോദിക്കുന്നുണ്ട്. ഈ അനീഷ് എന്താ ഈ ചോദിക്കണതിന് അനീഷിന് മറുപടിയില്ല. അനീഷ് ഒരു തീ അവിടെ കുളത്തിയിടുന്നു, അതിന് പിന്നെ മറുപടിയില്ല, റിപ്ലൈ ഇല്ല അനീഷിന്. കാരണം ഇല്ല, ചുമ്മാ ഒരു ഇതവിടെ ഇടുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം അവർ സംസാരിക്കേണ്ട എന്നുണ്ടെങ്കിൽ അവനിക്ക് മാറി അപ്പുറത്തേക്ക് പോവാം. ഇതില്ല, അവർ അവിടെ തന്നെ നിൽക്കും, അവരെവിടെയെങ്കിലും നിൽക്കണം, അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിങ്ങിന് പോവും. അതാണ് അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്ബറൊക്കെ വന്ന് എന്താ കാരണം ചോദിച്ചപ്പോൾ മറ്റേ ഇന്നറിൻ്റെ കേസിൻ്റെ കാരണത്തിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായിരുന്നു കാരണം. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട്, ഈ മൈജിക്ക് എന്ത് പറ്റി, മൈജിക്കാർ നല്ലൊരു കമ്പനിയാണല്ലോ, ഇവനെയൊക്കെ എടുത്ത് കൊണ്ടുവരാൻ എന്തിൻ്റെ കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവനെയൊക്കെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, ഇവനെ പുറത്താക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കും, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മുടെ ജയിലിലേക്കുള്ള ചപ്പാത്തി വരത്തൽ ആ ടാസ്ക് വരുന്നത്. അത് എന്തായിരുന്നു ടാസ്ക് എന്ന് വെച്ചാൽ, ചതുരത്തിൽ 13 ചപ്പാത്തി, ത്രികോണത്തിൽ 12, വൃത്തത്തിൽ 25, ഇത്രയും ചപ്പാത്തികൾ അവർക്ക് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്
ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 3:15 ആ സമയമാകുമ്പോഴാണ് ഇവർ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ അപ്പോഴും നമ്മുടെ അനീഷിനെ വിളിക്കണം. അനീഷിനെ വിളിച്ച് ചപ്പാത്തി ഉണ്ടാക്കി എണ്ണി കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ഇവർക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ പുറത്ത് തന്നെ പോകണമല്ലോ. അപ്പം ഇവർ എണ്ണിക്കൊടുത്ത് ഇവർ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ച് ബാത്റൂമിലൊക്കെ പോയതിന് ശേഷം കുറച്ച് ഒളിഞ്ഞിരുന്ന് അടുക്കളൻ്റെ കിച്ചൺ ഭാഗത്ത് പോയി ഒക്കെ ഒളിഞ്ഞിരുന്ന് കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ അടുത്തതും കൊണ്ട് വരുന്നു. പിന്നെയും ബിഗ് ബോസ് അടുത്ത ടാസ്ക് കൊടുക്കുകയാണ് അവർക്ക്. വീണ്ടും സെയിം ചപ്പാത്തികൾ തന്നെ ഉണ്ടാക്കണം. ചതുരം 13, ത്രികോണം 12, വൃത്തം 25 എന്ന് പറയണം. അപ്പോൾ ഇത് പറയാൻ അനീഷ് വരുന്നുണ്ട് അവരുടെ അടുത്തേക്ക്. ഞങ്ങൾക്ക് കേൾക്കണ്ട, ഇനി നീ ഒന്നും പറയണ്ട, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ചെയ്യണമെങ്കിൽ രാവിലെ ഞങ്ങൾ ചെയ്തോളാം, ഇപ്പം ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ കടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പോൾ സാറ്റർഡേ അടുത്തത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. എന്തൊക്കെയാണ് നടക്കുകയെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം. ലാലേട്ടൻ ആരെയൊക്കെ ഇട്ട് പൊരിക്കുന്നൊന്നും അറിയില്ല. പല കാർഡുകളും അവിടെ ഇറക്കിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എല്ലാ കാർഡും മടക്കി കുത്തി പോക്കറ്റിൽ വെക്കേണ്ടി വരുമോയെന്നൊക്കെ ഇന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.